നിന്ന് കരകയറാൻ എന്താണ് മാർഗം? അതിന് തിരുനാമ സങ്കീർത്തനം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഷ്ഠസ്കന്ധം പോഷണം തദനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ഒരു ജീവനെ തിരുനാമം എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക അത് കാണിച്ചു തരികയാണ്. 3 കഥകളിൽ കൂടി അജാമളന്റെ ധർമ്മനിന്ദ, ഇന്ദ്രന്റെ ഗുരുനിന്ദ, അതേപോലെ ചിത്രകേതുവിൻ്റെ ദേവനിന്ദ. 3 തരത്തിലും ഏറ്റവും മഹാപാതകങ്ങൾ ബ്രഹ്മഹത്യാ പാപം പോലെയാണ് എന്നും ആ മുന്നിൽ നിന്നും ആ ജീവനെ രക്ഷിച്ച് കൊണ്ടുവരുന്നതെല്ലാം തിരുനാമ സങ്കീർത്തനം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ നടന്നതായിരിക്കുന്ന ഒരു സംവാദ രൂപത്തിൽ അജാമളൻ എന്നൊരു കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നോ അറിയില്ല. അജയാമിളകി ആ മായയിൽ പെട്ടതായിരിക്കുന്ന ഒരു ജീവൻ അദ്ദേഹം എന്ത് ചെയ്തു? തന്നെ മറന്നു, തൻ്റെ കുടുംബത്തിനെ മറന്നു, തൻ്റേതായിട്ടുള്ള കർത്തവ്യങ്ങളെ ഒക്കെ മറന്നു. അങ്ങനെ മറന്നുകൊണ്ട് ഒരു പുലടയായിരിക്കുന്ന ഒരു സ്ത്രീയോട് കൂടി ചേർന്ന് വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിലെ പ്രാപഞ്ചിക വിഷയങ്ങളിൽ മുങ്ങി കഴിയുമ്പോൾ തൻ്റേതായിട്ടുള്ള സകലവും വന്നു, ആത്മവിസ്മൃതി വന്നു എന്നാണ് അദ്ദേഹത്തിന്. പക്ഷേ ഏതോ ഒക്കെ കാലത്ത് ഭഗവത് സ്മരണം ചെയ്തതിൻ്റെ ഫലം എന്തായി? എങ്ങനെയൊക്കെ തലകുത്തി പോയിട്ടും ആ അദ്ദേഹത്തിന് അവസാനമുണ്ടായ ഉണ്ണിക്ക് നാരായണൻ എന്ന് കേൾക്കാൻ തോന്നി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആഹരിക്കുമ്പോഴും എല്ലാം നാരായണനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നില്ല. നാരായണ എന്ന നാമം ജപിക്കാൻ ആ മാധുര്യം, ആ മാധുര്യം അതങ്ങനെ നാവിൽ തത്തി കളിച്ചു എന്നാണ്. അതാണ് വേണ്ടത്. നാമം ജപിച്ച് ശീലിച്ചാലുള്ള ഗുണം എന്താണ്? ഏതേത് ആപത്തിൽ നമ്മൾ പോകുമ്പോഴും അറിയാതെ കണ്ട് നാവിൽ നാരായണ എന്ന നാമം വരും. ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം വരും. ആ നാമം അദ്ദേഹത്തിനെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. മരണസമയത്ത് യമദൂതന്മാരെ കണ്ടപ്പോൾ മകനെ ഓർത്തിട്ടാണെങ്കിലും ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാശ്രയം, ദൂരെ കളിക്കുന്ന ഉണ്ണിയെ ഓർത്തിട്ടാണെങ്കിലും നാരായണാന്ന് വിളിക്കാൻ ഉള്ളിൽ തോന്നിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ 4 പേര് അവിടെ വന്നുകൊണ്ട് ആ യമദൂതന്മാരുടെ കൈപിടിച്ച് കളഞ്ഞുകൊണ്ട് അവർക്ക് വേദത്തിനെ കുറിച്ചും വേദത്തിൻ്റെ തത്വത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. ആരാണ് വേദം? അത് സാക്ഷാൽ നാരായണ. വേദപ്രണിഹിതോ ധർമ്മോ ധർമ്മ ഹ്യധർമ്മസ്തവിവര്യ വേദോ നാരായണ സാക്ഷാൽ സ്വയംഭൂ ഇത് ശുശ്രമ. സാക്ഷാൽ നാരായണൻ തന്നെയാണ് വേദം. വേദത്തിൽ കൂടി എന്തേ പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ തിരുനാമത്തിനാണ് മഹാത്മ്യം കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ യമധർമ്മരാജാവിൻ്റെ മക്കൾക്ക് അറിയാം. എന്നാൽ കൂടി അവർക്കൊന്നുകൂടി അതിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു വിഷ്ണുപാർഷന്മാർ. നാമത്തിൻ്റെ മഹിമ മാത്രമല്ല, അവരോട് പറഞ്ഞു ഇദ്ദേഹം തെറ്റുകൾ അനവധി ചെയ്തിട്ടുണ്ട്. അനാഥരും വൃദ്ധരുമായിരുന്ന അച്ഛനമ്മമാരെയും ഭാര്യയെയും കുട്ടികളെയും തൻ്റെ കുടുംബജീവിതത്തെയും മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ്, തൻ്റെ സ്വവൃത്തികളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ആ പുലടയോടുകൂടി ചേർന്നത്. പക്ഷേ അദ്ദേഹം എങ്ങനെയായിക്കോട്ടെ നാരായണ എന്ന പുത്രനെ ഓർത്തിട്ടാണെങ്കിലും എത്രയോ പ്രാവശ്യം നാരായണ 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 എന്ന് ജപിച്ചു. അതിൻ്റെ ഫലം ഇല്ലാതെ കൊണ്ട് പറ്റുമോ? സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാപഹരം വിധു. സാങ്കേതികമായിട്ടോ അവഹേളിച്ചുകൊണ്ടാണെങ്കിലോ ഏതെങ്കിലും തരത്തിലാണ് ഗുരുത്വത്തെ ലഘുത്വം വലുതായിട്ടാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും മനസ്സിലാണെങ്കിലും ഭഗവാന്റെ തിരുനാമമാണ് ജയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അയാൾ കരകയറുന്നു. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാഥനായിരിക്കുന്ന യമധർമ്മരാജാവിന് ചോദിച്ചു വരൂ. എന്നിട്ട് ആൾക്കാരെ പറഞ്ഞുവിട്ടതോടുകൂടി കൃഷ്ണഭാഷകന്മാരുമായിട്ടുള്ള ഈ സംവാദം തിരുനാമത്തിൻ്റെ മഹിമ മരണസമയത്തും അദ്ദേഹത്തിന് തൻ്റെ ചുവട്ടിലൊന്ന് കേൾക്കേണ്ടതെന്ന്. അതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ട് നമുക്ക് ശരീരപ്പെടാകാം. അതല്ലേ ഏറ്റവും വലിയ പുണ്യം. അത് അജാമളന് സാധിച്ചു. അദ്ദേഹം ആ മരണക്കിടയ്ക്ക് നിന്ന് തല ഉയർത്തി നോക്കി, ആരാണ് എന്നെ കാലപാശത്തിൽ നിന്ന് രക്ഷിച്ചത്, നരകയാതനകളിൽ നിന്ന് രക്ഷിച്ചത്? നോക്കുമ്പോഴേക്കും വിഷ്ണുപാർഷകന്മാർ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. ആ
കിടക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കുറച്ചു നേരം ചിന്തിച്ചു. താൻ പോയ വഴികളെക്കുറിച്ച്, ഏതെല്ലാം തെറ്റായ മാർഗത്തിൽ കൂടിയാണ് ഗുരുവായൂരപ്പ ഞാൻ പോകേണ്ടായത്, അതിൻ്റെ ഫലം ഇപ്പം എന്തായി? തൻ്റേതായിട്ടുള്ള എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട്, തൻ്റെ സ്വധർമ്മങ്ങൾ മറന്നുകൊണ്ട്, തന്നെ മറന്നുകൊണ്ട്, ഗുരുവായൂരപ്പനെ മറന്നുകൊണ്ട് ഞാൻ സഞ്ചരിച്ചുല്ലോ. അദ്ദേഹത്തിന് ആ പശ്ചാത്താപം വന്നു. ആ പശ്ചാത്താപത്തിൽ നിന്ന് അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തോന്നി. പ്രായശ്ചിത്തം വിമർശനം. എന്താണ് പ്രായശ്ചിത്തം? സ്വയം വിമർശിക്കാം. ഞാൻ എന്തേ ഇങ്ങനെയായി തീർന്നത്? മറ്റൊരാൾ വിമർശിക്കുന്നേക്കാൾ നല്ലതാണ് സ്വയം വിമർശനം. വിമർശരൂപിണിയെ വിദ്യ വേദാദികൽപ്രസൂ. അമ്മയ്ക്ക് നാമാണ് വിമർശരൂപിണി. നമുക്ക് വിമർശിക്കാൻ തോന്നുന്ന സ്വയമേവ നമ്മളെ വിമർശിക്കണം. അപ്പോഴാണ് നമുക്കറിയാം നമ്മുടെ തെറ്റുകൾ എന്താണ്, എന്തൊക്കെയാണ് എൻ്റെ ശരി. എപ്പോഴും നമ്മളെ വിലയിരുത്താറില്ല. നമ്മൾ വിലയിരുത്തുന്നതെല്ലാം അങ്ങനെയാണ്. അതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ പ്രശ്നങ്ങൾ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം അതാണ്. മറ്റുള്ളവരെ നോക്കിയിരിക്കണം, തന്നെ നോക്കണില്ല. തന്നെ വിമർശിക്കാൻ നമുക്ക് മനസ്സിലാവണം. അതിന് ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, ഭർത്താവ് വേണ്ട, മറ്റു ബന്ധുക്കൾ വേണ്ട, സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. സ്വയമേവ അവനവനെ തന്നെ അവനവൻ വിമർശിക്കാറാവണം. എന്തേ ഞാൻ ഇങ്ങനെയായി, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എത്തി, ഇതെല്ലാം വിമർശന വിധേയമാക്കാം. ഇന്ന് ഭാഗവതം വായിക്കണമെങ്കിൽ, അത് കേൾക്കാമെന്ന് ഇരിക്കണമെങ്കിൽ, നാമം ജപിക്കണമെങ്കിൽ, ക്ഷേത്രദർശനം നടത്തണമെങ്കിൽ, ഇതിനൊക്കെ ഞാൻ എന്ത് പുണ്യം ചെയ്തു, അത് നമുക്ക് ചിന്തിക്കാം, അത് നമുക്ക് വിമർശിക്കാം. അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ തലതിരിഞ്ഞ് പോയി, വേണ്ടാത്ത വഴികളിൽ കൂടി പോയി, എന്തുകൊണ്ട് എനിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു, അതും എനിക്ക് വിമർശനം ചെയ്യാം. ആ വിമർശനത്തിൻ്റെ ഫലം എന്തായി? പരിപൂർണമായിരിക്കുന്ന വിരാഗമദഹനം വന്നു.